ഹായ് കൂട്ടുകാരെ, ഒന്നാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, 4ാമത്തെ ചാപ്റ്ററാണ്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. കൺസിഡർ ദി സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ 1 + 3 + 3² + 3³ + എക്സെട്ര 3n - 1 = 3n-1/2. കൂടെ തെളിയിക്കേണ്ടത് ഷോ ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ ആണ് തെളിയിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ പറഞ്ഞേക്കുന്നത് പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ പി ഓഫ് എൻ എന്ന് പേരിട്ടു. പി ഓഫ് എൻ എന്ന് പേരിട്ട് കഴിഞ്ഞാൽ 1 + 3 + 3² + 3³ + എക്സെട്ര 3n-1 = 3n-1/2. നമുക്ക് ആദ്യം ഒന്നാമത്തെ കണ്ടീഷന് പി ഓഫ് 1 ട്രൂ ആണ് തെളിയിക്കണം. n = 1 കൊടുത്തു. പി ഓഫ് 1 എന്ന് പറയുമ്പോൾ n = 1 ആകുമ്പോൾ ഒരു ടേമേ ഉള്ളൂ, 1. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 ആയി. ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്നിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്തു. 3n-1 - 1/2. 3n എന്ന് പറഞ്ഞാൽ 3, 3 - 1 2 ആയി. 2/2 = 1. അങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1, റൈറ്റ് ഹാൻഡ് സൈഡ് 1. ദെർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി ബി പാർട്ട് പറഞ്ഞേക്കുന്നത് പ്രൂവ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ട്രൂ ആണ് തെളിയിക്കണം. അങ്ങനെ പി ഓഫ് എൻ ട്രൂ ആണ് തെളിയിക്കാൻ വേണ്ടി നമുക്ക് പി ഓഫ് കെ സപ്പോസ് ചെയ്തിട്ട് n = കെയ്ക്ക് ശരിയാണെന്ന് സപ്പോസ് ചെയ്തിട്ട് n = k+1 ശരിയായാൽ പി ഓഫ് എൻ ശരിയാണെന്ന് പറയാം. സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ, പി ഓഫ് കെ ട്രൂ ആണെന്ന് സപ്പോസ് ചെയ്തു. പി ഓഫ് കെ ഈക്വൽ ടു അന്നേരം കെ വില എഴുതുക. 1 + 3 + 3² + എക്സെട്ര 3k-1 = 3k-1/2. n = k+1 കൊടുക്കുന്നു. k+1 എന്ന് പറഞ്ഞത് കെ കഴിഞ്ഞിട്ടുള്ളതാണ് k+1. അന്നേരം കെ വരെയുള്ള ടൈം എഴുതിയതിന് ശേഷം അന്നേരം അങ്ങനെ 1 + 3 + 3² + എക്സെട്ര 3k-1 പ്ലസ് ഇവിടെ കെയുടെ സ്ഥാനത്ത് k+1 കൊടുക്കുക -1. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് 3k-1 വരെയുള്ളതിൻ്റെ ഉത്തരം നമുക്കറിയാം. 3k-1/2 എന്ന് എഴുതാം. ഇനി 3k+1 ഈ 1ഉം 1ഉം വെട്ടിപ്പോയി 3k ആയി. നമുക്കിവിടെ LCM എടുക്കാം. LCM എടുക്കുമ്പോൾ LCM 2. അന്നേരം LC ഉള്ളതുകൊണ്ട് 3k-1 പ്ലസ് LC ഇല്ലാത്തതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 2 × 3k. നമുക്കിവിടെ 2 ടൈംസ് 3k ഉണ്ട്, ഇവിടെ 1 ടൈംസ് 3k ഉണ്ട്. അന്നേരം അത് രണ്ടും 3 ടൈംസ് 3k പിന്നെ -1/2. അന്നേരം ഇവിടെ 3 ഉണ്ട്, ആ 1 കെയുടെ കൊടുത്തു കഴിയുമ്പോൾ 3k+1 -1/2. നമുക്ക് കിട്ടേണ്ടത് എങ്ങനെയാണ്? ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് k+1 3k+1 -1/2 അതുപോലെ കിട്ടി. ദെർഫോർ പി ഓഫ് k+1 ഈസ് ട്രൂ. ദെർഫോർ ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ഇതാണ് ഈ റൂളാണ് കെയ്ക്ക് ശരിയായെന്ന് സങ്കല്പിച്ചുകൊണ്ട് കെയ്ക്ക് സപ്പോസ് ചെയ്തുകൊണ്ട് k+1 ശരിയാണെന്ന് ചെയ്യുന്നതിനാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ദെർഫോർ ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ഫോർ എ നാച്ചുറൽ നമ്പർ എൻ ഈസ് ഗിവൺ ബൈ പി ഓഫ് എൻ 1/2 + 1/2² + 1/2³ + എക്സെട്ര 1/2n = 1 - 1/2n. എ പാർട്ട് പി ഓഫ് 1 ഈസ് ട്രൂ ആണ് തെളിയിക്കണം. ബി പാർട്ട് വെരിഫൈ ബൈ ദി മെത്തേഡ് ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. നമുക്ക് ആദ്യം പി ഓഫ് എൻ എന്ന് എടുത്തെഴുതാം. പി ഓഫ് എൻ എന്ന് എടുത്തെഴുതി. പി ഓഫ് എൻ 1/2 + 1/2² + 1/2³ + എക്സെട്ര 1/2n = 1 - 1/2n. എല്ലാവരും കൂടെ വായിക്കണം, എന്നാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വീഡിയോ കാണുന്ന പോലെ ആയിപ്പോൾ കൂടെ വായിക്കുകയും എഴുതുകയും ചെയ്യണം. n = 1. n = 1 കൊടുക്കും. നമുക്ക് പി ഓഫ് എ പാർട്ട് പറഞ്ഞേക്കുന്നത് പി ഓഫ് 1 ട്രൂ ആണ് തെളിയിക്കണം. n = 1 കൊടുക്കുമ്പോൾ പി ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം 1/2 അണ്ടർലൈൻ ചെയ്തു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ 1 - 1/2 അങ്ങനെ 1 - 1/2. 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2. എന്നാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1/2, റൈറ്റ് ഹാൻഡ് സൈഡ് 1/2. അന്നേരം ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയായി. ദെർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. ഇനി പി ഓഫ് എൻ ശരിയാണെന്ന് തെളിയിക്കാൻ വേണ്ടി പി ഓഫ് കെയ്ക്ക് ശരിയാണെന്ന് തെളിയിച്ചുകൊണ്ട് സപ്പോസ് ചെയ്തുകൊണ്ട് പി ഓഫ് കെയ്ക്ക് ശരിയാണെന്ന് തെളിയിക്കുകയല്ല, പി ഓഫ് കെ സപ്പോസ് ചെയ്തുകൊണ്ട് n = കെയ്ക്ക് ശരിയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് n = k+1 ശരിയാണെന്ന് തെളിയിക്കണം.
അന്നേരം സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അന്നേരം കെ വില എഴുതുക. പി ഓഫ് കെ 1/2 + 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് 1/2 പവർ കെ ഈക്വൽ ടു 1 - 1/2 പവർ കെ. അടുത്ത n ഈസ് കെ പ്ലസ് 1, പി ഓഫ് കെ പ്ലസ് 1. അന്നേരം കെത്ത് ഒരു ടേം എഴുതിയതിന് ശേഷം കെ പ്ലസ് എന്ന് പറയുമ്പോൾ കെ കഴിഞ്ഞിട്ടുള്ള ടേമാണ്. അന്നേരം 1/2 + 1/2 സ്ക്വയർ പ്ലസ് 1/2 ക്യൂബ് പ്ലസ് 1/2 പവർ കെ പ്ലസ് 1/2 പവർ കെ പ്ലസ് 1. അന്നേരം ഇവിടം വരെയുള്ള ഇത്രയും ഇതിൻ്റെ സമ്മിനെ നമുക്ക് എന്ത് എഴുതാം? തൊട്ടുമുകളിൽ കിടപ്പുണ്ട് 1 - 1/2 പവർ കെ. പിന്നെ ഈ ടേം കൂടെ എഴുതി 1/2 റൈസ് ടു കെ പ്ലസ് 1. നമുക്ക് ഇതിനെ ഈ 2 റൈസ് ടു കെ പ്ലസ് 1 2 റൈസ് ടു കെ ഇൻറ്റു 2 എന്ന് എഴുതാം. 2 റൈസ് ടു കെ ഇൻറ്റു 2 എന്ന് എഴുതി. എന്നിട്ട് ഈ രണ്ട് ടേമിൻ്റെ അകന്ന് കോമൺ ആയിട്ട് 1/2 പവർ കെ പുറത്തേക്ക് എടുത്തു, മൈനസ് 1/2 പവർ കെ പുറത്തേക്ക് എടുത്തു. അന്നേരം ഇവിടെ മൈനസ് എടുത്ത് കഴിയുമ്പോൾ 1 മിച്ചം വരും. ഇവിടെ മൈനസ് എടുത്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു മൈനസ് മിച്ചം വരും, -1/2 മിച്ചം വരും. അന്നേരം 1 - 1/2 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അന്നേരം എങ്ങനെയാവും? 1 - 1/2 പവർ കെ ഇൻറ്റു 1/2. അന്നേരം ഇവിടെ 2 മുകളിലൊരു 1 ഉണ്ട്, അതിവിടെ കൊടുത്തു കഴിയുമ്പോൾ 1 - 1/2 റൈസ് ടു കെ പ്ലസ് 1. നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? നമുക്ക് കിട്ടേണ്ടത് 1 - 1/2 റൈസ് ടു കെ പ്ലസ് 1 എന്നാണ് കിട്ടേണ്ടത്. നമുക്ക് അതുപോലെ കിട്ടി 1 - 1/2 റൈസ് ടു കെ പ്ലസ് 1. ദർഫോർ പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. എന്നാലും പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണെങ്കിൽ എന്ത് പറയാം? ദർഫോർ പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് 1 + 2 + 3 + എക്സെട്ര n ഈസ് ഈക്വൽ ടു n × n + 1/2. വളരെ സിമ്പിൾ പ്രോബ്ലം ആണ്, നമുക്ക് ചെയ്തു നോക്കാം. 3. പി ഓഫ് എൻ 1 + 2 + 3 + എക്സെട്ര n ഈസ് ഈക്വൽ ടു n × n + 1/2. n ഈസ് ഈക്വൽ ടു 1. ഇവിടെ എ പാർട്ടും ബി പാർട്ടും ഒന്നുമില്ല, നമുക്കത് തെളിയിച്ചാൽ മതി. അന്നേരം n ഈസ് ഈക്വൽ ടു 1 കൊടുത്തു. പി ഓഫ് ആണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം റൈറ്റ് ഹാൻഡ് സൈഡ് കൊടുക്കുമ്പോൾ 1 × 1 + 1/2. അന്നേരം 1 + 1 2, 2 × 1 2, 2/2. 2/2 വെട്ടി കഴിയുമ്പോൾ 1 ആയി. ദർഫോർ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1, റൈറ്റ് ഹാൻഡ് സൈഡ് 1. ദർഫോർ പി ഓഫ് 1 ഈസ് ട്രൂ. സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ എന്ത് വരും? 1 + 2 + 3 + എക്സെട്ര കെ ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1/2. n ഈസ് ഒരു കെ പ്ലസ് 1. പി ഓഫ് കെ പ്ലസ് 1 ഈക്വൽ ടു കെ വരെയുള്ള എഴുതി, പിന്നെ അടുത്ത ടൈം കെ പ്ലസ് 1 എഴുതി. കെ വരെയുള്ള സമ്മിൽ നമുക്കറിയാം കെ ഇൻറ്റു കെ പ്ലസ് 1/2 എന്നറിയാം. കെ ഇൻറ്റു കെ പ്ലസ് 1/2 എന്നറിയാം. അടുത്ത ടൈം കെ പ്ലസ് 1 കൊണ്ട് എഴുതി. എൽ സി എം എടുത്തു 2. അന്നേരം ഇവിടെ എൽ സി ഇല്ലാത്തതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അന്നേരം കെ ഇൻറ്റു കെ പ്ലസ് 1 + 2 × കെ പ്ലസ് 1. നമുക്ക് രണ്ടിനകത്ത് ഒരു കെ പ്ലസ് 1 ഉണ്ട്. കെ പ്ലസ് 1 പുറത്തെടുക്കാം, താഴത്തെ 2 പുറത്തേക്ക് എടുത്തു. അന്നേരം ഇവിടെ നിന്ന് വെച്ച് വരും ഒരു കെയും ഇവിടെ 2 വെച്ചും വരും. ഈ കെ പ്ലസ് 2നെ കെ പ്ലസ് 1 + 1 എന്ന് എഴുതാം. കെ പ്ലസ് 1 + 1 എന്ന് എഴുതി. അന്നേരം എങ്ങനെയായി? കെ പ്ലസ് 1 × കെ പ്ലസ് 1 + 1/2. നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? എന്നിന് കെ പ്ലസ് 1 കൊടുക്കുമ്പോൾ കെ പ്ലസ് 1 × കെ പ്ലസ് 1 + 1/2 അതുപോലെ കിട്ടി. Therefore, P of k plus 1 is true. Therefore, by the principle of mathematical induction പറയുന്നത് കെയ്ക്ക് സങ്കല്പിച്ചുകൊണ്ട് കെ പ്ലസ് 1 ശരിയായാൽ പി ഓഫ് എൻ ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഏത് വാല്യൂ എടുത്താലും പി ഓഫ് എൻ ട്രൂ ആണെന്ന് പറയാം. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പറയുന്നത്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദാറ്റ് a plus AR plus AR square plus etc. a into r raised to n minus 1 equal to a into r power n minus 1 divided by r minus 1. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. പി ഓഫ് എൻ എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര എ ഇൻറ്റു ആർ റൈസ് ടു n minus 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ പവർ n minus 1 ബൈ ആർ മൈനസ് 1. n ഈസ് ഈക്വൽ ടു 1 കൊടുത്തപ്പോൾ പി ഓഫ് 1 ഫസ്റ്റ് ടൈം എ റൈറ്റ് ഹാൻഡ് സൈഡിൽ പോയി കഴിയുമ്പോൾ എ ഇൻറ്റു ആർ റൈസ് ടു 1 minus 1 ബൈ ആർ മൈനസ് 1. ആർ റൈസ് ടു 1 ആർ ആകും. അന്നേരം ആർ മൈനസ് 1 ആർ മൈനസ് 1 പോയി എന്ത് വെച്ച് വരും? എ ആയി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എ, റൈറ്റ് ഹാൻഡ് സൈഡ് എ. ചിലപ്പോൾ പി ഓഫ് 1 ഈസ് ട്രൂ. സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. അന്നേരം എന്ത് വരും? പി ഓഫ് കെ എ പ്ലസ് എ ആർ പ്ലസ് എ ആർ സ്ക്വയർ പ്ലസ് എക്സെട്ര എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഈക്വൽ ടു എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ബൈ 2 ബൈ ആർ മൈനസ് 1. നമ്മൾ ഇനി കെ പ്ലസ് 1 കൊടുത്തു കഴിയുമ്പോൾ കെത്ത് ടേം എഴുതിയതിന് ശേഷം കെ പ്ലസ് 1. അന്നേരം പി ഓഫ് കെ പ്ലസ് 1 എ പ്ലസ് എ ആർ ക്യൂബ് പ്ലസ് എ ആർ സ്ക്വയർ എക്സെട്ര എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 പ്ലസ് എ ഇൻറ്റു ആർ റൈസ് ടു കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 മൈനസ് 1. ഇവിടെ കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 കൊടുത്തു. അന്നേരം ഇത്രയും സമ്മിനെ നമുക്ക് എന്ത് പറയാം? എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡ് ബൈ ആർ മൈനസ് 1 പ്ലസ് ഇവിടെ 1 1 പെടുമ്പോൾ എ ഇൻറ്റു ആർ റൈസ് ടു കെ ആയി. നമ്മൾ എൽ സി കൊടുക്കുന്നു, എൽ സി എം ആർ മൈനസ് 1.
അന്നേരം എൽ സി ഇല്ലാത്തതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് വൺ പ്ലസ് എ ഇൻറ്റു ആർ റൈസ് ടു കെ ഇൻറ്റു ആർ മൈനസ് വൺ എല്ലാം അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാവും? എ ഇൻറ്റു ആർ റൈസ് ടു കെ എ ഇൻറ്റു വൺ എ ഇൻറ്റു ആർ റൈസ് ടു കെ മൈനസ് എ ഇൻറ്റു വൺ എ ഇൻറ്റു ആർ റൈസ് ടു കെ ഇൻറ്റു ആർ എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് എ ഇൻറ്റു ആർ റൈസ് ടു കെ. ഈ എ ഇൻറ്റു ആർ റൈസ് ടു കെ ഇതും വെട്ടിപ്പോയി. പിന്നെ എന്ത് മിച്ചം വരും? എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് എ മിച്ചം വരും ഡിവൈഡഡ് ബൈ ആർ മൈനസ് വൺ. ഇതിനകത്തും ഒരു എ പുറത്തേക്ക് എടുത്തപ്പോൾ എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ഡിവൈഡ് ബൈ ആർ മൈനസ് വൺ. നമുക്ക് എങ്ങനെ കിട്ടേണ്ടത്? എൻ ഈസ് ഒരു കെ പ്ലസ് വൺ വരുമ്പോൾ എ ഇൻറ്റു ആർ റൈസ് ടു കെ പ്ലസ് വൺ മൈനസ് വൺ ബൈ ആർ മൈനസ് വൺ. അതുപോലെ നമുക്ക് കിട്ടുകയും ചെയ്തു. ഇപ്പോൾ ദർഫോർ പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ. ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ പ്രകാരം എന്ത് പറയാം? പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗിവൺ ദാറ്റ് പി ഓഫ് എൻ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര എൻ ക്യൂബ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഓൾ സ്ക്വയർ. ചെക്ക് വെദർ പി ഓഫ് വൺ ഈസ് ട്രൂ. പി ഓഫ് വൺ ട്രൂ ആണെന്ന് നോക്കുക. പി പാർട്ട് പി ഓഫ് കെ ഈസ് ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണെന്ന് നോക്കുക. സി പാർട്ട് ഇഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ ജസ്റ്റിഫൈ യുവർ ആൻസർ. പി ഓഫ് എൻ ട്രൂ ആണെന്ന് പറയുക. ആണെങ്കിൽ അതിൻ്റെ കാരണം പറയുക. നമുക്ക് നോക്കാം. പി ഓഫ് എൻ ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര എൻ ക്യൂബ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു ഓൾ സ്ക്വയർ. അത് നമുക്ക് പി ഓഫ് വൺ ട്രൂ ആണ് തെളിയിക്കണം. എൻ ഈസ് ഈക്വൽ ടു 1. പി ഓഫ് വൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടൈം 1 ക്യൂബ് ഈക്വൽ ടു 1. ഈ റൈറ്റ് ആൻസറിലേക്ക് പോകുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് വൺ ബൈ ടു 1 പ്ലസ് 1 2 ബൈ ടു വെട്ടിപ്പോയി. 2 ബൈ ടു വെട്ടിപ്പോയി. 1 വരും. 1 സ്ക്വയർ 1. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1, റൈറ്റ് ഹാൻഡ് സൈഡ് 1. ദർഫോർ പി ഓഫ് വൺ ഈസ് ട്രൂ. നമുക്ക് രണ്ടാമത് തെളിയിക്കേണ്ടത് പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണ് തെളിയിക്കണം. സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ട്രൂ ആണ് സങ്കല്പിച്ചു. പി ഓഫ് കെ ഈക്വൽ എന്ത് വരും? 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര കെ ക്യൂബ് ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് വൺ ബൈ ടു ഹോൾ സ്ക്വയർ. നമ്മൾ എന്നിന് കെ പ്ലസ് വൺ ശരിയാണെന്ന് നോക്കാൻ പോവാണ്. എൻ ഈസ് ഒരു കെ പ്ലസ് വൺ പി ഓഫ് കെ പ്ലസ് വൺ ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര കെ കഴിഞ്ഞിട്ടാണ് കെ ക്യൂബ് പ്ലസ് കെ പ്ലസ് വൺ ക്യൂബ് ഈക്വൽ ടു കെ ക്യൂബ് വരെയുള്ള ഇത്രത്തിൻ്റെ സമ്മ് നമുക്കറിയാം. തൊട്ട് മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. എപ്പോഴും സപ്പോസ് ചെയ്ത് ഉപയോഗിക്കണം. കെ ഇൻറ്റു കെ പ്ലസ് വൺ ഓൾ സ്ക്വയർ കെ പ്ലസ് വൺ ബൈ ടു ഓൾ സ്ക്വയർ പ്ലസ് കെ പ്ലസ് വൺ ഓൾ ക്യൂബ്. നമുക്കിവിടെ എൽ സി എം എടുക്കാം. എൽ സി എം ഇവിടെ 2 സ്ക്വയർ ആയതുകൊണ്ട് 4. ചിലർ എൽ സി എം 2 എടുക്കുകയുള്ളൂ. ഇവിടെ 2 സ്ക്വയർ ആകുമ്പോൾ 4 എൽ സി എം എടുക്കണം. എന്നാൽ എൽ സി എം 4 എടുക്കുമ്പോൾ ഇവിടെ അകത്തേക്ക് കൊടുക്കുമ്പോൾ കെ സ്ക്വയർ ഇൻറ്റു കെ പ്ലസ് വൺ സ്ക്വയർ പ്ലസ് എൽ സി എം ഇല്ലാത്തതുകൊണ്ട് 4 ഇൻറ്റു കെ പ്ലസ് വൺ ക്യൂബ്. ഇതിനകത്ത് ന്യൂമറേറ്ററിൽ നിന്ന് ഒരു കെ പ്ലസ് വൺ സ്ക്വയർ പുറത്തേക്ക് എടുത്തു. അന്നേരം ഇവിടെ ഒരു കെ സ്ക്വയർ വെച്ചും വരും. ഇവിടെ 4 ഇൻറ്റു കെ പ്ലസ് വൺ വെച്ചും വരും. വീണ്ടും കെ പ്ലസ് വൺ സ്ക്വയർ ഇതിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 ഇൻറ്റു 1 4. ഇത് നമുക്ക് കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4നെ കെ പ്ലസ് 2 ഓൾ സ്ക്വയർ എന്ന് എഴുതാം. കെ പ്ലസ് 2 ഓൾ സ്ക്വയർ കെ പ്ലസ് 1 ഓൾ സ്ക്വയർ കെ പ്ലസ് 2 സ്ക്വയർ ബൈ 4. ഇത് നമുക്കിങ്ങനെ എഴുതാം. കെ പ്ലസ് 1 കെ പ്ലസ് 2നെ കെ പ്ലസ് 1 പ്ലസ് 1 ബൈ 4നെ 2 എന്ന് എഴുതി മൊത്തത്തിൽ ഓൾ സ്ക്വയർ എന്ന് എഴുതി. അങ്ങനെ സ്ക്വയറുകളെല്ലാം ആയി. എന്നാലും നമുക്ക് എങ്ങനെയാണ് വരേണ്ടത്? നമുക്ക് വരേണ്ടത് കെ പ്ലസ് 1 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത്. ആ രീതിയിലെത്തി. കെ പ്ലസ് 1 പ്ലസ് 1 ബൈ 2 ഹോൾ സ്ക്വയർ. ദർഫോർ പി ഓഫ് കെ പ്ലസ് വൺ ഇസ് ട്രൂ. അങ്ങനെ പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണ് ശരി. ഇനി മൂന്നാമത്തെ ഇഫ് ദി സ്റ്റേറ്റ്മെൻറ്റ് പി ഓഫ് എൻ ഈസ് ട്രൂ ആണോ എന്ന്. ട്രൂ ആണ്. എന്തുകൊണ്ടാണ്? എന്നിന് ശരിയായി, കെക്ക് ശരിയായി, കെ പ്ലസ് വണ്ണിന് ശരിയായി. അതുകൊണ്ട് അങ്ങനെ ശരിയായി കഴിഞ്ഞാൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ പറയുന്നതാണ് പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ വാല്യൂസ് ഓഫ് എൻ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ that 2 plus 2 square plus 2 cube plus etc. 2 raised to n is equal to 2 into 2 power n minus 1. നമുക്ക് ചെയ്ത് നോക്കാം. പി ഓഫ് എൻ 2 plus 2 square plus 2 cube plus etc. 2 raised to n is equal to 2 into 2 power n minus 1. n is equal to 1 കൊടുക്കുമ്പോൾ പി ഓഫ് 1 ഫസ്റ്റ് ടേം റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊടുക്കുമ്പോൾ 2 into 2 power 1 minus 1. 2 minus 1 1 1 into 2 2. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 2 റൈറ്റ് ഹാൻഡ് സൈഡ് 2. പി ഓഫ് 1 ഈസ് ട്രൂ. സപ്പോസ് ദാറ്റ് പി ഓഫ് കെ ഈസ് ട്രൂ. പി ഓഫ് കെ വരുമ്പോൾ എന്താവും? 2 plus 2 square plus 2 cube plus etc. 2 raised to k equal to 2 into 2 raised to k minus 1. n is equal to k plus 1 p of k plus 1. 2 plus 2 square plus 2 cube plus etc. 2 raised to k. അതിനുശേഷം അടുത്ത ടേം 2 raised to k plus 1 ഈക്വൽ ടു 2 raised to k വരെ ഉള്ളതിൻ്റെ സമ്മ എന്ത് എഴുതാം? 2 into 2 raised to k minus 1 എഴുതി ഈ ടേം ഇവിടെ ഇറക്കി എഴുതി.
വീണ്ടും ഇതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2 2 ഇൻറ്റു 1 2 അന്നേരം ഇവിടെ ഒരു 2 ഉണ്ട്. അന്നേരം 2 ടൈംസ് 2 ഈ -2 ഇവിടെ എഴുതി. നമുക്ക് ഇതിനകത്ത് 2 പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ 2 മിച്ചം വരും, ഇവിടെ -1 മിച്ചം വരും. നമുക്ക് എങ്ങനെ കിട്ടേണ്ടത്? 2 ഇൻറ്റു 2 അതുപോലെ കിട്ടി. 2 ഇൻറ്റു 2 Therefore P of k+1 is true. ബൈ ദി പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ പറയുന്നത് എന്താണ്? ഇങ്ങനെ എന്നിന് കെ കൊടുത്ത് പി ഓഫ് കെ ട്രൂ ആണെങ്കിൽ സങ്കല്പിച്ചുകൊണ്ട് പി ഓഫ് k+1 ശരിയായാൽ പി ഓഫ് എൻ ട്രൂ ആണെന്ന് പറയാം. പി ഓഫ് എൻ ഈസ് ട്രൂ ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഇത്രയും ക്വസ്റ്റ്യൻസാണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിലുള്ളത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഫുൾ മാർക്ക്, A+ അല്ല, ഫുൾ മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ പോലും വെളിയിൽ പോയാൽ നിങ്ങൾ വീണ്ടും ഇത് വീണ്ടും എഴുതി പഠിക്കുക. പരീക്ഷ നന്നായിട്ട് എഴുതുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.